ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കേക്ക് ആൻഡ് സ്പൂൺ. നമ്മൾ ഇന്ന് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം അതിനടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്വാണ്ടിറ്റി ആക്കി ചെയ്താൽ മതി. ഇനി മീഡിയം സൈസിലുള്ള 2 സവാളയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ എടുക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് റെഡ് കളർ കിട്ടും. പക്ഷെ ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല എടുത്താൽ മതി. ഞാനും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് ഉപയോഗിക്കുന്നത് ഒരു നാടൻ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് വേണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വയ്ക്കുക. പാൻ ചൂടായ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നമ്മളുടെ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു നല്ല പാൻ എടുക്കുക. ഇതിലെ വെളിച്ചെണ്ണ എല്ലാ വശത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് പാൻ ചുറ്റിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നാൽ എടുത്തു വച്ചിരിക്കുന്ന സവാള കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. നമ്മളുടെ സവാള ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഓവർ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിലേക്ക് വഴറ്റിയ സവാള ഇടുന്നത് നമ്മളുടെ ചിക്കൻ ചുക്ക കുറച്ചുകൂടെ അടിപൊളിയാകാൻ വേണ്ടിയിട്ടാണ്. സവാള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാനായിട്ട് ലേശം ഉപ്പ് ചേർക്കാം. പാനിലേക്ക് സവാള ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. കപ്പോളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതൊന്ന് 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടെ പാനിൻ്റെ മൂടിയും തുറന്ന് നമ്മളുടെ ചിക്കൻ ചുക്കയിലേക്ക് എന്തെങ്കിലും മസാല വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഗ്രേവി കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റോളമാണ് കുക്ക് ചെയ്തത്. നിങ്ങൾക്ക് ചിക്കൻ ചുക്ക നല്ല ഡ്രൈ കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചുകൂടെ സമയം കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളുടെ ചിക്കൻ ചുക്ക റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില വിതറി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈസിയും ഡെലീഷ്യസുമായിട്ടുള്ള സ്പൈസി ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾക്ക് എല്ലാ ടൈപ്പ് ഫുഡിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത്. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, ഒപ്പം ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഈസിയും ഡെലീഷ്യസുമായിട്ടുള്ള റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. ടിൽ ദാൻ ബൈ.